പക്ഷെ ഇതിലും പ്രോഫിറ്റ് കിട്ടുന്ന വേറെയും രണ്ട് ടൈപ്സ് ഉണ്ട്. പുഷ്പം പോലെ നിങ്ങൾക്ക് $23 to $25 ഈസി ആയിട്ട് $25 per hour എക്സ്ട്രാ ഇൻകം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊള്ളാം അല്ലേ? നിങ്ങൾ അതുപോലത്തെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. പക്ഷേ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ ഏറ്റവും ഈസിയായി ചെയ്യാൻ പറ്റിയ 4 ജോബ് ഏതാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ ഏറ്റവും അവസാനം പറയുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പറ്റിയത്. അതുകൊണ്ട് വാച്ച് ഇറ്റ് ടിൽ ദി എൻഡ്. അല്ല, ഇനിയിപ്പോൾ അത് മാത്രം മതി എന്നുള്ളവരാണെങ്കിൽ ഈ ടൈമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കാണാം, അല്ലാത്തവർ മൊത്തം കാണണേ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ലിസ്റ്റിലുള്ളതെന്ന് പറയുന്നത് സെല്ലിങ് ഹോം മെയ്ഡ് ഫുഡ്സ്. ഇത് ആദ്യം ലിസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ ഇത് സെറ്റാക്കി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകൾ പുറത്ത് വിൽക്കുക. അതായത് വീട്ടിലെ ഊണ്, ചപ്പാത്തി, അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ കൂടുതലും കാണാവുന്നത് ബട്ടർ ചിക്കൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഇംഗ്ലീഷുകാർക്കൊക്കെ താല്പര്യമുള്ള ഐറ്റംസ് ആയിരിക്കും. അല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ പലഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും നോർമലി കിട്ടാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പോസ്റ്റ് ഉണ്ട്. നല്ല ചെന്നൈ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി അവൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൊമോഷൻസും ഓർഡർ എടുക്കുന്ന പരിപാടിയും എല്ലാം വാട്സാപ്പ് വഴിയാണ്. ഇത് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സൈഡ് ജോബാണ്. വീട്ടിൽ സമയമുള്ളപ്പോഴോ അല്ലെങ്കിൽ കുക്കിങ്ങിനോട് നല്ല താല്പര്യമുള്ളവർക്കോ ചെയ്യാനൊക്കെ പറ്റിയ നല്ല ജോബ്. പിന്നെ ഇതൊരു സ്റ്റേബിൾ ഇൻകം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് സമയമുള്ളപ്പോൾ മാത്രമല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നല്ല കുക്കിംഗ് സ്കില്ലും ആവശ്യമുണ്ട്. എന്നെ പോലത്തെ കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിൽ പച്ച പിടിക്കാൻ കുറച്ച് പാടുപെടും. ഇത് കണ്ടോ, മാർക്കറ്റ് പ്ലേസിലൂടെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയാൽ ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ കാണാം. അത്രയും ആൾക്കാർ ഈ ജോബ് ചെയ്യുന്നുണ്ട്, അത്രയും തന്നെ ആൾക്കാർ ഇത് ഓർഡർ ചെയ്യാറുമുണ്ട്. ഇത് ഞാൻ ആദ്യം ലിസ്റ്റിൽ ഇട്ടതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് സ്കില്ലും അതേപോലെ തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ്, നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയ ഒരു ജോലിയല്ലത്. അതേപോലെ തന്നെ ഒരു സ്റ്റേബിൾ ഇൻകവും നമുക്ക് തരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. രണ്ടാമതായിട്ട് ലിസ്റ്റിലുള്ളത് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്തൊരു തരം ജോബാണ് പെറ്റ് സിറ്റിംഗ് അല്ലെങ്കിൽ ഹൗസ് സിറ്റിംഗ്. കുറെ നാളത്തെ അവധിക്കൊക്കെ ദൂരെ പോകുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ജോബ് ലിസ്റ്റിംഗ് ഇടുക. ആസ് എ ഫസ്റ്റ് ടൈമർ നമ്മൾ ശരിക്കും നമുക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പെറ്റ്സിനെയൊക്കെ നോക്കി കെയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കും. കാരണം ഫസ്റ്റ് ടൈമർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ജോബ് കിട്ടാനായിട്ട് കുറച്ച് ടഫായിരിക്കും. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ അവരുടെ പെറ്റ്സിനെയോ അവരുടെ വീടോ നമ്മളെ ഏൽപ്പിക്കില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡിൽ പല വെബ്സൈറ്റുകളും ഇതിനു വേണ്ടി അവൈലബിൾ ആണ്. മാർക്കറ്റ് പ്ലേസുകളിൽ ഇതുപോലത്തെ ജോബ്സ് കാണാറുണ്ട്. ഇത് എന്നോടൊരു കിവി പറഞ്ഞു തന്ന സൈറ്റാണ് കിവി ഹൗസ് സിറ്റേഴ്സ്. ഇതിൽ നിങ്ങളുടെ സ്ഥലം ഒന്ന് അടിച്ചു കൊടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് പോസ്റ്റുകൾ കാണാം. അത്രയും ആൾക്കാർ പെറ്റ് സിറ്റേഴ്സിനെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറി അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പെറ്റ് സിറ്റർ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ കുറച്ച് പേയ്മെന്റ് ഒക്കെ വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ജോബിലേക്ക് ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വളരെ കോമൺ ആയിട്ട് കിവീസിന്റെ ഇടയ്ക്ക് കണ്ടുവരുന്ന ഒരു ജോബാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാനിത് രണ്ടാമതായിട്ട് ലിസ്റ്റിൽ പറയുന്നത്. ലിസ്റ്റിൽ അടുത്തായിട്ടുള്ളത് റീസെല്ലിംഗ് ഗുഡ്സ്. ഇത് നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പം അയ്യോ ഇത് പാടാണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇത് കേൾക്കുന്നത്ര പാടില്ല. ഇത് ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ളതായതുകൊണ്ട് എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയാം. ഇത് മെയിൻലി ചെയ്യുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയ ട്രേഡ്മിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസോ വഴിയായിരിക്കും. ഇതിനെ ഞാൻ 4 തിരിക്കാൻ പോവാം. നിങ്ങളുടെ വീട്ടിലുള്ള സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് തന്നെ ട്രേഡ്മിയിലോ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ വിൽക്കുന്ന പരിപാടിയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഗരാജ് സെയിൽ. അവരുടെ വീട്ടിലുള്ള സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഗരാജ് സെയിൽ. ഇതേപോലെ തന്നെ ചില സമയത്ത് വീട് മാറിപ്പോകുന്നവരോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരോ മൂവിങ് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ 2 ടൈപ്സിനും പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇതിലും പ്രോഫിറ്റ് കിട്ടുന്ന വേറെയും 2 ടൈപ്സ് ഉണ്ട്. എന്താണെന്നല്ലേ പറയാം. അടുത്തതെന്ന് പറയുന്നത് ക്ലിയറൻസ് സെയിലിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ച് അത് മറിച്ച് വെക്കുക. അത് വളരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇവിടെ. കാരണം നമ്മുടെ ന്യൂസിലാൻഡിൽ കണ്ടമാനം ക്ലിയറൻസ് സെയിലുകളുണ്ട്. അതായത് ഫാദേഴ്സ് ഡേ, അതുപോലെ ബോക്സിംഗ് ഡേ, ക്രിസ്മസ്, ഇയർ എൻഡിങ് സെയിൽ, അങ്ങനെ ഒരുപാട് ഓഫേഴ്സുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇലക്ട്രോണിക്സ് ഐറ്റംസിനായിക്കോട്ടെ, ഫർണിച്ചർ ഐറ്റംസിനായിക്കോട്ടെ, പല ക്ലിയറൻസ് സെയിലുകൾ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ക്ലിയറൻസ് അല്ലാത്തപ്പോൾ, അതായത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് തിരിച്ച് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളത് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് പ്ലേസിലോ ട്രേഡ്മിയിലൊക്കെ ഫ്രീ ഐറ്റംസ് അല്ലെങ്കിൽ $1 ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റിംഗ് ഉണ്ട്. അവിടുന്ന് നമ്മൾ $1 അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക. അതിന് ഫ്ലിപ്പിംഗ് ഫർണിച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം
പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. എന്നിരുന്നാലും അധികം ആരും ട്രൈ ചെയ്യാത്ത ഒരു ഫീൽഡും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് മെനക്കേടാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളിതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കയറി ഫ്രീ ഐറ്റംസ് എന്നോ ഫ്രീ സ്റ്റഫ്സ് എന്നോ ഒക്കെ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. പേഴ്സണലി ഞാൻ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും അങ്ങനെ നോക്കാറില്ല. പക്ഷെ എന്നാലും സോഫാസ്, അതുപോലെ ഫർണിച്ചേഴ്സ്, ടേബിൾ, വാർഡ്രോബ് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ സമയവും ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ഈ ഒരു ടൈപ്പ് നമുക്ക് നന്നായിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് പറയാൻ വേറൊരു കാരണം കൊണ്ടുണ്ട്. നമ്മളിവിടെ ഇപ്പം മലയാളികളായിക്കോട്ടെ, കിവീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൊതുവെ പോകുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലേക്കാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കട്ടിൽ വാങ്ങിക്കണം. ഇത് മാർക്കറ്റ് പ്ലേസിൽ കാണുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിലേക്ക് പോകും. മാർക്കറ്റ് പ്ലേസിലേക്ക് പോയിട്ട് നോക്കും, നല്ല അത്യാവശ്യം നല്ല കട്ടിലുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ ആദ്യം ഫസ്റ്റ് ട്രയൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ 4 ടൈപ്സിൽ 3 ടൈപ്സും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് പേഴ്സണലി ചെയ്തിട്ടുള്ളതാണ്, അത്യാവശ്യം പ്രോഫിറ്റും കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇത് എന്ന് പറയുന്നത് ഒരു ഡേ ടു ഡേ ബേസിസിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം അല്ലെങ്കിൽ പോലും എവറി നൗ ആൻഡ് ദെൻ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ട്രേഡ് മീലോ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യാം. അതിനകത്ത് നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാം. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാട്ടോ പ്ലീസ്. അപ്പം 4ാമത്തെ എന്താണെന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ ഇതൊന്നും കൊണ്ട് കൊടുത്തിട്ട് വരാം. നോക്കണ്ടടാ ഉണ്ണി, ഇതത് തന്നെ, ഫുഡ് ഡെലിവറി. ഏകദേശം ഒരു 4-5 വർഷമായി ഞാൻ ഈ ജോബ് ചെയ്യുന്നു. പൈസക്ക് ഇച്ചിരി ടൈറ്റ് വന്ന് ആ കിറ്റും എടുത്തുകൊണ്ട് 2 കറങ്ങും, പിന്നെ എല്ലാം സെറ്റാ. ഏറ്റവും റിലയബിളായി പുഷ്പം പോലെ നിങ്ങൾക്ക് ഒരു $23 to $25 ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ജോബായിരുന്നു. ഈ ഒരു ജോബ് ഞാൻ ആദ്യം ലിസ്റ്റിൽ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കിവീസ് ആയിക്കോട്ടെ, മലയാളികളായിക്കോട്ടെ, ഇന്ത്യൻസ് പൊതുവെ ആയിക്കോട്ടെ, എല്ലാവരിലും തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ജോബാണിത്. ഇവിടെ നാട്ടിലുള്ള പോലെ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് ആപ്സുകളും ഉണ്ട്. ഊബർ ഈറ്റ്സ്, മെനു ലോക്ക്, ഡെലിവറി സി, ഡോർ ഡാഷ്. പിന്നെ ഈ ഒരു ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മതി. നിങ്ങൾക്കൊരു കാറോ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ജോബ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഫ്ലെക്സിബിൾ അവേഴ്സ് ആണ്. നിങ്ങളുടെ സമയം പോലെ ഇത് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എല്ലാം നല്ലതുപോലെ ഒത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു എമൗണ്ട് ഇതിനകത്ത് നിന്ന് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് നിങ്ങളുടെ കാറ് നല്ല മൈലേജ് ഉള്ള കാറാണെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് കൂടുതലുണ്ടാക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഫ്രൈഡേ സാറ്റർഡേ നൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ല എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളത്. കാരണം വീക്കെൻഡ് ഈവനിങ് ആയതുകൊണ്ട്. അതല്ലാതെ തന്നെ വീക്ക് ഡേയ്സിലെ ചില ദിവസങ്ങളിൽ, അത് ഓരോ സ്ഥലങ്ങളിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വലിയ വലിയ സിറ്റീസ് ആണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ദിവസവും തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അത് നമുക്ക് അവിടെ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ജോബ് ചെയ്യുമ്പം നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ ആയിട്ടായിരിക്കും രജിസ്റ്റർ ആവുക. അതായത് നിങ്ങളുടെ ടാക്സിൻ്റെ പരിപാടികളൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നമായിരിക്കില്ല. കാരണം അത്രയും അധികം ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.